ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. വിഭവങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല, എങ്കിലും ഞാൻ ഇന്നത്തെ ഊണിന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്തൊക്കെയാണെന്ന് കാണാവേ. ഫസ്റ്റ് നമുക്ക് നല്ലൊരു മീൻ മുളകിട്ടത് കാണാം. അതിനായിട്ട് മങ്കട എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നല്ലതുപോലെ വെട്ടി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാവേ. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൊച്ചുള്ളി ചതച്ചത്, പച്ചമുളക് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. അവരവർക്ക് എന്തോരം മീനുണ്ടോ അതനുസരിച്ച് വേണം അതിൻ്റെ ഉള്ളിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാവേ. ഉലുവ പൊട്ടിയിട്ടുണ്ട്, ഞാനിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പച്ചമുളകൊക്കെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിനാവശ്യമായിട്ടുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണേ. കരിയരുത്, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് പുളിവെള്ളം. ഒരു 3-4 പീസ് പുളി ഞാൻ കഴുകി ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി പുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾക്കിവിടെ നല്ല പുളിയും ഉപ്പുമൊക്കെ വേണം കറിക്ക്. അതുകൊണ്ട് ഇച്ചിരി പുളി മുന്നിൽ നിന്നിട്ടുള്ള കറിയാണ് ഞങ്ങളുടേത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. നല്ലപോലെ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ഈ മീനൊക്കെ ഒന്ന് വേവട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയാൽ എല്ലാം പാകമാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 തണ്ട് വേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് തോരനാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൻപയറാണ്. അപ്പോൾ വൻപയർ ഞാൻ നേരത്തെ തന്നെ ഒന്ന് കുക്കറിനകത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകൊന്ന് ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു സബോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നല്ല മസാലയൊക്കെ ഇട്ട് നല്ല മസാല ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന ഈ തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടിയപ്പോൾ അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, സബോള ഇത്ര ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാവേ. ഒന്ന് പെട്ടെന്ന് വഴന്നിട്ട് നമുക്ക് കുറച്ച് കൂടിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള ഒന്ന് വഴന്നു വരാൻ ആവശ്യമുള്ള ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം പയർ വേവിക്കാൻ നേരം ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴന്നു വരട്ടെ. സവോള ഒന്ന് വഴന്നു വരട്ടെ. അപ്പോൾ അതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്കിത് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങായും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതേ നല്ലതുപോലെ തേങ്ങായും ആ മസാലകളും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സവോളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയ്ക്കകത്ത് കിടന്ന് മസാലയുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് പോകണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നല്ലതുപോലെ. പിന്നെ മീൻ മുളകിട്ടതുണ്ടാകുമ്പോൾ എന്തായാലും ഒരു ഒഴിച്ചുകറി മസ്റ്റാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഈ ഒരു അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്കയുടെ കൂടെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരുമ്പൻ പുളി എന്ന് പറയും, ചെമ്മീൻ പുളി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണിതിന്. ഈ പുളിയിട്ടാണ് ഞാനിന്ന് വെള്ളരിക്കയായിട്ട് കറി വയ്ക്കാൻ പോകുന്നത്, ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുളിയൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങായും ആയിട്ടുള്ള മസാല ഒരുവിധം ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ആ പൊടികളുടെ എല്ലാം പച്ചമണവും മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി പയറിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ച് ഒന്നുകൂടെ നമുക്ക് ഇളക്കി ഒന്നുകൂടെ എടുക്കണേ. അങ്ങനെ പുളിയെല്ലാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കാണാവേ. അങ്ങനെ തോരൻ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല മസാലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപാര ടേസ്റ്റ്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഈ തോരനും എന്തെങ്കിലും ഒരു അച്ചാറോടുണ്ടെങ്കിൽ ആഹാ കൊതി വരുന്നു. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ തോരൻ നമ്മൾ കൂട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ആ കുരുമുളക് കടിക്കാൻ കിട്ടുമ്പോൾ അപാര ടേസ്റ്റാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ തോരനും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചുകറിക്കുള്ള അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകമാണ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഫൈനായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇനി തിളക്കില്ല, നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതിന് കടുക് വറുത്തൊഴിക്കാനായിട്ട് ഞാൻ ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും പുളിയും കൊണ്ടുള്ള കറി സെറ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ വെള്ളരിക്കയും മാങ്ങായും ഇട്ടൊഴിച്ച് കറി വയ്ക്കത്തില്ല, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല മീൻ മുളകിട്ടതിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ചൂരമീൻ്റെ പീസ് ഇരിപ്പുണ്ടായിരുന്നേ, ഒരു 4-5 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ആസ് യൂഷ്വൽ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീനിലേക്കൊന്ന് പുരട്ടിയെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീൻ പീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇവിടെ എൻ്റെ മോൾക്ക് ചൂര വാങ്ങിച്ച കറി ഇഷ്ടമല്ല, പക്ഷെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവൾ കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടെ വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ കണ്ടാലോ. നല്ല വെൺപയർ തോരൻ, വെള്ളരിക്കയും ഇരുമ്പൻ പുളിയും ഇട്ട് ഒഴിച്ചുകറി, മങ്കടം മീൻ മുളകിട്ടത്, ചൂരമീൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ലഞ്ചിനുള്ള കറികളൊക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. മസ്റ്റ് ട്രൈ ആണ് ഈ 4 ഐറ്റവും. ഞാൻ കാണിച്ചിട്ടുള്ള ഈ 4 ഐറ്റവും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മങ്കടയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് മുളകിട്ട് നോക്കണം. അതുപോലെ വെള്ളരിക്ക, ഈ പുളിയൊക്കെ മിക്ക വീടുകളിലും കാണുന്നതാണല്ലോ ഈ പുളിയൊക്കെ. അപ്പോൾ ഇതും ഇങ്ങനൊന്ന് ചാറുകറി പോലെ വെച്ച് നോക്കണം. അതുപോലെ തന്നെ വൻപയറും തോരൻ വെച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.